മകളെ, ജെറൂസലം ധ്യാന കേന്ദ്രത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ നമ്മളെല്ലാവരും സജ്ജമായിരിക്കുന്ന ഞാൻ കാണുന്നുണ്ട്. ധാരാളം പുതിയ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, ദമ്പതികൾ, അധ്യാപകർ, പാരന്റ്സ് എല്ലാവരും ഇതിനകത്ത് ഞാൻ കാണുന്നുണ്ട്. എല്ലാവരെയും ഓർക്കുന്നുണ്ട് കേട്ടോ. യേശുവിന് ഒരു ദാഹമുണ്ട്. കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് ദാഹിക്കുന്നു. കർത്തൃ ശുശ്രൂഷ ചെയ്യുന്നവരെ കർത്താവിനെ കാണുവാൻ ആഗ്രഹമുണ്ട്. കർത്താവിന്റെ കണ്ണും കാതും എപ്പോഴും അവിടെ കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത്. ഒരു ചെറിയ പുഞ്ചിരിയോ ഒരു ചെറിയ നോട്ടം വഴിയായിട്ട് ഒരു സുവിശേഷ വേല ചെയ്തുകൂടെ? എന്റെ പ്രിയ നിറഞ്ഞ വിദ്യാർത്ഥികളെ, നിങ്ങളുടെ കണ്ണുനീര് കർത്താവിന് അറിയാൻ കേട്ടോ. നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ യേശുവിന്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഇതാ ഒരു നല്ല വചനമാണ്. ഒന്ന് ശ്രദ്ധിച്ചേൻ. 1 കൊരിന്ത്യർ 15:58. എന്റെ വത്സല സഹോദരരെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമാകുകയില്ല എന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ. നല്ല വാക്യല്ലേ? ഈശോ ഒരു വാക്ക് എന്നോട് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരും ഇത് കേൾക്കാനിരിക്കുന്നവരും യേശുവിന്റെ അംബാസിഡേഴ്സ് ആണെന്ന്. എന്താണ് അംബാസിഡർ? സ്വന്തം ഇഷ്ടം നോക്കാതെ ദൈവ മഹത്വത്തിന് വേണ്ടി, വചനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവര്. ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരാൾക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെ എന്ന് പ്രകാരമുള്ള ധാരാളം മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളുടെ അധ്വാനങ്ങളെല്ലാം കർത്താവ് കാണുന്നുണ്ട് കേട്ടോ. യേശുവിന്റെ നാമത്തിൽ 1 ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ നിഷ്ഫലമാവില്ലെന്ന്. പിന്നെന്താ വേണ്ടത്? ലോകത്തിന്റെ അരൂപി നിറഞ്ഞവർക്ക് കർത്താവിന്റെ ജോലി ചെയ്യാനാവില്ല. എത്രമാത്രം ലോക അരൂപിയിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നുവോ അത്രമാത്രമേ കർത്താവിന്റെ ജോലിയിൽ വ്യാപൃതമാകാൻ കഴിയും. ഇതൊരു ആത്മീയ പോരാട്ടമാണ്, വിശ്രമമില്ലാത്ത പോരാട്ടം. മക്കളെ, ആത്മാവിന്റെ കരുത്ത് പ്രവൃത്തിയിൽ തെളിയും. ആത്മാവിന്റെ പ്രകാശം മുഖങ്ങളിൽ തെളിയും. ആത്മാവിന്റെ സൗന്ദര്യം വാക്കിലൂടെ പ്രവേശിക്കും. ആത്മാവിന്റെ നിലവാരം പെരുമാറ്റത്തിലൂടെ തെളിയും. അതുകൊണ്ട് 2025 എന്റെ പ്രിയപ്പെട്ട മക്കളോട് ഒരു സ്പിരിച്വൽ അക്കൗണ്ട് തുടങ്ങാൻ ഞാൻ ആവശ്യപ്പെടാണ്. സ്പിരിച്വൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ മാസത്തിൽ ഞാൻ കാണുന്ന കുർബാന, ഞാൻ ചൊല്ലുന്ന സുഹൃദയപം, ഞാൻ ഏറ്റെടുക്കുന്ന ത്യാഗങ്ങൾ, ഞാൻ ചെല്ലുന്ന കരുണയുടെ പ്രാർത്ഥന, ഞാൻ ആത്മാക്കളെ നേടുന്ന എന്റെ പ്രത്യേകമായിരിക്കുന്ന ത്യാഗപ്രവർത്തികൾ, ഇതൊരു കമ്മിറ്റ്മെന്റ് ആയിട്ട് എടുക്കുക. ഈ പ്രയർ ലൈൻ എല്ലാവർക്കും എത്തിക്കുക. അതൊരു സുവിശേഷ വേലയാണ്. ധാരാളം മക്കള് ദൈവവചനം കേൾക്കുവാനായി പ്രാർത്ഥിക്കുക. സുവിശേഷ വേലയാണ്. മക്കളെ, മറക്കരുതേ, ജഡിക മനുഷ്യൻ ഭക്ഷിച്ച് അലസനായി ഉറങ്ങുമ്പോൾ ആത്മീയ മനുഷ്യൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആത്മാക്കളെ രക്ഷിക്കുന്നു. കർത്താവിന്റെ ജോലിയിൽ വ്യാപൃതമായിരിക്കുന്നവർക്ക് ജീവന്റെ കിരീടം നമ്മുടെ കർത്താവ് തരും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതം മുതൽ ഇവിടെ വന്നുകൊണ്ടിരുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനകൾ യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്തവരെ സമർപ്പിക്കുന്നു, നേഴ്സുമാരെ സമർപ്പിക്കുന്നു, കർത്താവായ PNR കിട്ടാത്തവരെ സമർപ്പിക്കുന്നു, ശാരീരികമായ രോഗപീഠകളുമായി ആശുപത്രിയിൽ കിടക്കുന്ന മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിശയകരമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവരുടെയും കണ്ണുനീര് കർത്താവിന്റെ ചങ്കിലേക്ക് സമർപ്പിച്ച് നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഇത് ഷെയർ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്ന സർവ്വ മക്കളുടെ മേലും വിദ്യാർത്ഥികളുടെ മേലും വന്നു നിറയട്ടെ, ഇപ്പോഴും
എപ്പോഴും എന്നേക്കും